കാവ്യ എന്ന പഞ്ചാബി പെൺകുട്ടിയുടെ വിവാഹം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന NRI ഡോക്ടർ അങ്കദുമായി ഉറപ്പിച്ചിരുന്നു. വിവാഹത്തിനായി വില കൂടിയ ഡിസൈനർ ബ്രൈഡൽ ഡ്രസ് വേണമെന്നാണ് അവളുടെ ആഗ്രഹം. പക്ഷേ അച്ഛൻ കമൽജിത്ത് അതിന് സമ്മതിക്കാത്തതോടെ ഷോപ്പിങ്ങിനായി അവൾ ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെയാണ് അവൾ രാകേഷ് ഹംറ്റിയെ പരിചയപ്പെടുന്നത്. ആദ്യം കാവ്യയ്ക്ക് അവന് ഇഷ്ടമായില്ല. പക്ഷേ തമാശകളും ചെറിയ ചെറിയ സംഭവങ്ങളും വഴി ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി. ഇതിനിടയിൽ കാവ്യയുടെ ഒരു സുഹൃത്തിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്ന ഒരാളെ ഹംറ്റി ബുദ്ധിപൂർവ്വം കുടുക്കി അവളെ രക്ഷിക്കുകയും ചെയ്തു. ഇത് കാവ്യയുടെ മനസ്സിൽ ഹംറ്റിക്ക് ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കി. അങ്ങനെ ഇരുവരും പ്രണയമാകുന്നു. ഡൽഹി വിടുന്നതിന് മുമ്പ് ഇരുവരും പരസ്പരം സ്നേഹം തുറന്നു പറയുകയും ഒരുമിച്ച് രാത്രി ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കാവ്യയ്ക്ക് അച്ഛന്റെ ഇഷ്ടത്തിനെതിരായി പോകാൻ കഴിയില്ല. കാരണം പ്രണയവിവാഹം ചെയ്ത് തന്റെ ചേച്ചിയുടെ ജീവിതം പരാജയപ്പെട്ടതാണ്. അതിനാൽ അച്ഛൻ ഇനി പ്രണയവിവാഹത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. കാവ്യ തിരികെ അംബാലയിലേക്ക് തന്നെ പോകുന്നു. അംബാലയിൽ തിരിച്ചെത്തിയ ശേഷം കാവ്യ ഒരുപാട് മാറിയിരുന്നു. ഇനി വില കൂടിയ വിവാഹവസ്ത്രം തനിക്ക് വേണ്ടെന്ന് അവൾ വീട്ടുകാരോട് പറഞ്ഞു. എന്നാൽ ആ വസ്ത്രത്തിനായി മാറ്റിവെച്ച പണം ഉപയോഗിച്ച് ഹംറ്റിയുടെ അച്ഛൻ വിനോദിന്റെ വർഷങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു പുതിയ കാർ വാങ്ങിക്കൊടുത്തു. കാവ്യ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഹംറ്റി അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി അംബാലയിലേക്ക് പോകുന്നു. അവിടെ കാവ്യയുടെ അച്ഛന്റെ മനസ്സ് നേടാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഇതൊന്നും ഏറ്റില്ല. മാത്രമല്ല ഹംറ്റിയെയും സുഹൃത്തുക്കളെ അയാൾ ഉപദ്രവിക്കുകയും ചെയ്തു. ഒടുവിൽ ഹംറ്റിയുടെ ആത്മാർത്ഥത കണ്ട് കമൽജിത്ത് ഒരു അവസരം നൽകി. കാവ്യയ്ക്ക് നിശ്ചയിച്ച വരനായ അങ്കദ് അവൾക്ക് യോജിക്കാത്ത ഒരൊറ്റ കാരണം കണ്ടെത്താൻ 5 ദിവസത്തെ സമയം നൽകുന്നു. ഹംറ്റിയും സുഹൃത്തുക്കളും അങ്കദിന്റെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് മാത്രമാണ് അവർക്ക് മനസ്സിലായത്. 5-ാം ദിവസം, അതായത് വിവാഹ ദിവസം, കാവ്യ വീട് വിട്ടിറങ്ങി ഹംറ്റിയെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചു. പക്ഷേ ഹംറ്റി അതിൽ തയ്യാറാകുന്നില്ല. അച്ഛന്റെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചാൽ അത് ശരിയാകില്ലെന്ന് പറഞ്ഞ് അവളെ ട്രെയിനിൽ നിന്ന് തിരിച്ചയക്കാൻ ശ്രമിച്ചു. അതേസമയം കമൽജിത്തും കുടുംബം റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ഹംറ്റിയും കാവ്യ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട കമൽജിത്ത് അവർ ഒളിച്ചോടാൻ പോകുകയാണ് തെറ്റിദ്ധരിച്ച് ഹംറ്റി അടിക്കുന്നു. അപ്പോൾ ഹംറ്റി ഹൃദയസ്പർശിയായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം നിരാശനായി ഡൽഹിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. വിവാഹവേഷം ധരിച്ചു നിൽക്കുന്ന കാവ്യയോട് കമൽജിത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ആ മറുപടിയെല്ലാം കേട്ടപ്പോൾ കമൽജിത്തിന് ഒരു കാര്യം മനസ്സിലായി. തന്റെ മകൾക്ക് സന്തോഷം ലഭിക്കുക അങ്കദിന്റെ കൂടെയല്ല, ഹംറ്റിയുടെ കൂടെയാണെന്ന്. ഒടുവിൽ കുടുംബത്തെ എല്ലാം കൂട്ടി ഡൽഹിയിലെത്തി ഹംറ്റിയെ നേരിൽ കണ്ട കമൽജിത്ത് കാവ്യ വിവാഹം കഴിക്കാൻ തന്റെ സമ്മതം അറിയിച്ചു. തുടർന്ന് ഇരുവരും വിവാഹം കഴിക്കുകയും സന്തോഷമായി ജീവിക്കുകയും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.